ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബിഗ് ഡേ ആണ്. കാരണം ഇന്ന് ഓഗസ്റ്റ് 1 നമ്മൾ മുൻപേ പറഞ്ഞ പ്രകാരം ഇന്ന് മുതൽ നമ്മുടെ ചാനൽ എന്തോ ഒരു പ്രത്യേക വിഭവം വരുന്ന പ്രത്യേക സംഭവങ്ങൾ വരുന്നതായിട്ട് നമ്മളൊന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് മുതൽ, അതായത് ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 3 വരെ നമ്മൾ വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കാണിക്കണം. കാരണം 4 ഓണം തുടങ്ങും. ആ 4 വരെ, 4 മുമ്പേ സെപ്റ്റംബർ 3 വരെ ഓണത്തിന് വേണ്ടുന്ന വ്യത്യസ്തമായ വിഭവങ്ങൾ, അച്ചാർ മുതൽ ഇഞ്ചിക്കറി മുതലുള്ള അടപ്രഥമൻ വരെയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ പായസങ്ങൾ വരെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ ഏകദേശം 33-34 വിഭവങ്ങളോളം ഓണത്തിന് വേണ്ടതായിട്ടുള്ള കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ 34 വിഭവം ഒരു വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആവശ്യക്കാർക്ക് അധികം ചൂസ് ചെയ്ത് ഉണ്ടാക്കാം. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ എപ്പിസോഡുകൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം എല്ലാവരും കാണുക. ഇന്ന് മുതൽ നമ്മുടെ പുതിയ ഐറ്റംസ് തുടങ്ങുകയാണ്. എപ്പിസോഡ് 1 ഇന്ന് തുടങ്ങും. ഇന്നത്തെ ഇതിൽ എപ്പിസോഡ് 1 വരുന്നത് നമ്മുടെ ഇഞ്ചിക്കറിയാണ്. ഇന്ന് ഇഞ്ചിക്കറി മുതൽ തുടങ്ങി അവസാനം വരെ വ്യത്യസ്തമായ വിഭവങ്ങൾ വരും. സെപ്റ്റംബർ 4 1 ഓണം തുടങ്ങും. സെപ്റ്റംബർ 3 വരെ നമ്മുടെ ഈ എപ്പിസോഡ് ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 4 1 ഓണമാണ്. അപ്പം എല്ലാവർക്കും ഈ നമ്മുടെ എപ്പിസോഡുകൾ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് ഓരോ ഐറ്റംസ് ഓരോരുത്തരും ഉണ്ടാക്കി നോക്കുക. ഓണം വരുമ്പം സദ്യക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന വിഭവങ്ങൾ ഇതിൽ ചൂസ് ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ഒരു മാസം മുന്നേ തന്നെ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡിലേക്ക്, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ അജിതയാണ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ സപ്പോർട്ടായിരിക്കും. അപ്പോൾ അജിതയ്ക്ക് മൈക്ക് കൈമാറുന്നു. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അവർക്ക് നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഇഞ്ചിക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെ, എങ്ങനെ എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇഞ്ചി വറക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇഞ്ചിക്കറി വെക്കുന്നത്. നമ്മളതിൻ്റെ ഇഞ്ചി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ അങ്ങോട്ട് ചൂടാകുമ്പോഴേ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ വറുത്ത് പോരണം. ഈ ഇഞ്ചി എണ്ണയിൽ കിടന്ന് നല്ലപോലെ ചുമക്കണം. ഇത് നമ്മൾ പൊടിച്ചാണ് ചേർക്കുന്നത്. ഇഞ്ചി നമ്മുടെ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ടേ. നമുക്കിനി ഇതങ്ങോട്ട് എണ്ണയിൽ നിന്ന് കോരാം. തേങ്ങാപ്പൂൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ചെറിയ ഉള്ളി കൊണ്ട് തോനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് നല്ല നമ്മൾ ഇഞ്ചിയുടെ ആ പരുവം വരെ നമുക്ക് ചുമപ്പിച്ച് കോരണം. ഇങ്ങനെ നമ്മുടെ ചുമന്നുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഇഞ്ചിയുടെക്കകത്തോട്ട് തന്നെ കോരി വെക്കാം. ഈ എണ്ണ നമുക്ക് ബാക്കി ആവശ്യം വരും കേട്ടോ. അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. പൊടിച്ചെടുക്കണം മിക്സിയിൽ. തണുത്താലേ പൊടിക്കാനൊക്കത്തുള്ളൂ. നല്ലവണ്ണം തണുക്കട്ടെ. നമ്മൾ വറുത്ത് വെച്ചതെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മളെ മുമ്പേ ഇഞ്ചിയൊക്കെ വറുത്ത് വരേണ്ട എണ്ണ ബാക്കിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലേശം എണ്ണയും കൂടെ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. കുറച്ചും കൂടെ മതിയേ. ഇത് മാറ്റിക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നമ്മൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇതിനകത്തോട്ട് നമുക്കേ ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കായപ്പൊടി. നമുക്കിനി നമ്മൾ പുളി പിഴിഞ്ഞ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ശകലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പൊടി ഒത്തിരി അങ്ങ് മൂത്ത് പോകും. ഇതിനകത്തോട്ട് നമ്മളെ ഇനി അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് നല്ലതായിട്ടൊന്ന് കുറുവിട്ടണം. നമ്മളിപ്പോൾ ഈ പരുവത്തിനൊക്കെ ഇഞ്ചി കറി വെച്ചേക്കുന്ന വെള്ളം ഇതിനി നല്ലതായിട്ട് തീ കുറച്ചിട്ട് നല്ലതായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ശകലം ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോഴേ. നമ്മുടെ ഇഞ്ചിക്കറി ഇങ്ങനെ നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ ആയി. ആവശ്യത്തിന് എരിവും. ഇനി ഒന്ന് നല്ല തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തീ കുറച്ചിടണേ. നമ്മൾ ഒത്തിരി വെള്ളം വെക്കാത്തതുകൊണ്ട് ഒത്തിരി ഒന്നും വറ്റാനില്ല കണ്ടോ. ഇഞ്ചിയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകും വരെയുള്ള തിളച്ചാൽ മതി. ഒന്ന് ഇതാവട്ടെ.
കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല വീഡിയോയ്ക്കകത്ത്. നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലപോലെ തിളച്ചാണ്ട് എണ്ണ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല പരുവായി വരും ഇഞ്ചിക്കറി. എണ്ണ ഇങ്ങനെ തിളച്ച് നല്ല മേളിൽ ഇങ്ങനെ അത് കെട്ടിക്കിടക്കുമല്ല, എന്താ പറയുക, ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോഴത്തേനും നമ്മുടെ ഇഞ്ചി പരുവായി വരുന്നുണ്ട്. ഈ എണ്ണൻ്റെ എല്ലാം വെളിച്ചെണ്ണയുണ്ടോ ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ടോ. നമ്മൾ ഈ ഇഞ്ചിക്കറിക്ക് ലാസ്റ്റ് ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ട് ചേർക്കുന്നുണ്ട്. നമുക്കത് ഓപ്ഷനില്ല, 2 സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർക്കാം. അത് ഞാൻ ചേർക്കുമ്പം കാണിക്കാമേ. ഈ കറിയുടെ ടേസ്റ്റ് അതാ. ഈ എണ്ണ എല്ലാം ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേന് ഇത് കുറുകും. കണ്ടോ മുമ്പത്തെ പരുവം കണ്ടല്ലേ, ഇപ്പം കണ്ടോ കറക്റ്റ് പരുവായി ഇഞ്ചി. നമുക്കിപ്പം ഇലയിലൊക്കെ സദ്യക്ക് വിളമ്പത്തക്ക പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓണം എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇഞ്ചിക്കറി. നമ്മുടെ ബാക്കി റെസിപ്പികളെല്ലാം പുറകെ വരുന്നുണ്ട്. എല്ലാവരും മുടങ്ങാതെ നമ്മുടെ ചാനൽ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കറികളുടെ വിഭവങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങളത് ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും. ഞങ്ങൾ ട്രൈ ചെയ്യാം. നമുക്ക് പറ്റും വിധം നമ്മൾ ട്രൈ ചെയ്യാം. നമ്മൾ ഒത്തിരി വലിയ കുക്കിംഗ് ചാനൽ ഒന്നും അല്ലല്ലോ. നമ്മൾ ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യും. കണ്ടോ ഇപ്പോൾ എല്ലാം തെളിഞ്ഞിങ്ങി വന്നിട്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇനിയാണ് അതിനകത്തേക്ക് നമ്മളുടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ടേസ്റ്റിന് നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ് ശർക്കരയും ചേർക്കാം, പഞ്ചസാരയും ചേർക്കാം. രണ്ടും ചേർക്കുന്ന ഒരു കുഴപ്പം വരത്തില്ല. അത് നമ്മുടെ ഇഷ്ടാനുസരണം ശർക്കര ചേർക്കുന്നെങ്കിൽ അത്, പഞ്ചസാര ചേർക്കുന്നെങ്കിൽ അത്. നമുക്കിതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. നമ്മൾ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഇഞ്ചിക്കറി കുറി വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയേക്കുവാണ്. രണ്ടാമത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടിട്ടായിരുന്നു. നമ്മൾ ശർക്കരയും കൂടെ ഒക്കെ ചേർത്തില്ലേ. ഇനി ശർക്കര അത് മതിയോ ചൂടെ വേണോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ ഇഞ്ചിക്കറി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ റെസിപ്പിയിൽ എല്ലാവരും ഒന്ന് ഇഞ്ചിക്കറി റെഡിയാക്കി നോക്കണം. നമ്മൾ പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ബൈ.